നോക്കിയൊന്ന് കാണിച്ചേ. നോക്കിയേ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കിന് കിട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് കേട്ടത്. ഓനും ഓൻ്റെ ആശയങ്ങൾക്ക് എന്നൊരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൊടുകുത്തിയിലെ വേസ്റ്റ് വെറുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കൊടുകുത്തിയിലെന്നല്ല, ഇതുപോലത്തെ നമ്മൾ ട്രാവലിന് വേണ്ടി പോകുന്ന സമയങ്ങളിൽ പലയിടത്തും കാണുന്നതാണ് ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽസും അതുപോലെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റിനും റോഡിലേക്ക് എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഇനി ട്രാവൽ പോകുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റിനെയും കൊണ്ട് പോവുക, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് പോവുക. അതുപോലെ തന്നെ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ വെറുക്കുക. നമ്മളവിടെ ചെന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ. നമ്മൾ വെറുതെ പോകുന്നു, നമ്മളും അവിടെ കുറച്ച് വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോരുന്നു എന്നതിൻ്റെ അപ്പുറം ആ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി നമ്മൾ ചെന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോൾ അത് നമ്മൾ നാച്ചുറലിന് കൊടുക്കുന്ന ഒരു സിഗ്നേച്ചറാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ എക്സ്ട്രാ പ്ലാസ്റ്റിക്സ് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നെങ്കിലും നമ്മളെ കൈ കൊണ്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുപോലത്തെ ഒരു ആശയം കൊണ്ട് ഇറങ്ങുമ്പം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളുള്ളത് കൊടുകുത്തിമലയിൽ എന്താ പറയുക, തോണിയുടെ ഫസ്റ്റ് ക്യാമ്പിലാണ് കേട്ടോ. അവിടെ നടക്കുന്ന പരിപാടി എന്താ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. പ്ലാസ്റ്റിക്കുകൾ പെറുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണാത്ത പ്ലാസ്റ്റിക്കുകളാണ്. ഇത് ഒരുപാട് പറഞ്ഞാൽ അത്ര അധികം പ്ലാസ്റ്റിക്കുകൾ പിന്നെ അതും ഇവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ച് താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ.